ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. ഗോകുലം ഗോപാലിനെ ഇന്നും ഇ ഡി ചോദ്യം ചെയ്യും. തുടർ നടപടികൾ മൊഴി വിശദമായി പരിശോധിച്ച ശേഷം ഇന്നലെ ഇ ഡി പരിശോധന നടത്തിയത് 5 ഇടങ്ങളിൽ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ പ്രതിയായ SFIO കേസിൽ കുറ്റപത്രത്തിന്റെ സൂക്ഷ്മ പരിശോധന ഇന്നു മുതൽ. പരിശോധന നടത്തുക എറണാകുളം സെഷൻസ് കോടതി. പരിശോധനയ്ക്ക് ശേഷം പ്രതികൾക്ക് സമൻസ് അയക്കും. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയിൽ പ്രതി തസ്ലീമ സുൽത്താനയുടെ ഫോണിൽ നിന്ന് നിർണായക വിവരങ്ങൾ. ലഹരിക്ക് പുറമെ സിനിമാ താരങ്ങളുമായി പെൺവാണിഭ ഇടപാടുകളും. ഒരു പ്രമുഖ താരത്തിന് മോഡലിന്റെ ചിത്രം അയച്ചു നൽകി. ലഹരിക്ക് പുറമെ പെൺകുട്ടി എത്തിച്ചു നൽകിയതിനും തെളിവുകൾ. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. സുകാന്തിന് മറ്റൊരു IB ഉദ്യോഗസ്ഥയുമായി രഹസ്യബന്ധം. വിശദമായ റിപ്പോർട്ട് കോടതിയിൽ നൽകാൻ പോലീസ്. വഖഫ് ബില്ലിനെതിരെ കൂടുതൽ സംഘടനകൾ നിയമ പോരാട്ടത്തിൽ. മുസ്ലിം വ്യക്തി നിയമ ബോർഡ് രാഷ്ട്രപതിയെ സമീപിക്കും. പ്രീണന രാഷ്ട്രീയത്തിനും സർക്കാർ അവഗണനയ്ക്കുമെതിരെ പ്രതിഷേധ റാലിയുമായി താമരശ്ശേരി രൂപത. CPM സംഘടനാ റിപ്പോർട്ടിന്മേൽ ചർച്ച ഇന്ന്. പുതിയ ജനറൽ സെക്രട്ടറിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ PB യോഗം വൈകിട്ട്. പ്രധാനമന്ത്രി ശ്രീലങ്കയിൽ. പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായികയുമായി കൂടിക്കാഴ്ച. ഊർജ്ജ സുരക്ഷ, ഡിജിറ്റലൈസേഷൻ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ നീക്കം. ലോകം സാമ്പത്തിക മാന്ദ്യത്തിന്റെ ആശങ്കയിൽ. ഓഹരി വിപണിയിൽ കോവിഡിന് ശേഷമുള്ള കനത്ത ഇടിവ്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $65 താഴെ. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങൾക്കും 34% അധിക നികുതി ചുമത്തി ചൈന. IPL-ൽ മുംബൈ ഇന്ത്യൻസിന് തോൽവി. ടൂർണമെന്റിലെ 3ാം തോൽവി ലക്നൌ സൂപ്പർ ജയന്റ്സിനോട്. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും പഞ്ചാബ് കിങ്സ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിനെ ഇന്നും വിശദമായി ചോദ്യം ചെയ്യാൻ ഇ ഡി. ഗോകുലം ഗോപാലന്റെ മൊഴി പരിശോധിച്ച ശേഷമായിരിക്കും വിശദമായ മറ്റ് നടപടികളിലേക്ക് ഇ ഡി കടക്കുക. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഇന്നലെ കൊച്ചിയിലടക്കം പരിശോധന നടത്തിയിരുന്നു. ഇന്നും ഇ ഡിയുടെ പരിശോധന തുടരുന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടോ? എവിടെയൊക്കെയായിരിക്കും പരിശോധന ഉള്ളത്? ആജ്ഞ, ഗോപാലിന്റെ സ്ഥാപനങ്ങളുടെ റെയ്ഡുമായി ബന്ധപ്പെട്ട്, അതായത് സ്ഥാപനങ്ങൾ 3 മാസമായി നിരീക്ഷണത്തിലായിരുന്നെന്നാണ് ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് ഇന്നലെ 10 മണിക്കൂറോളം നീണ്ട പരിശോധന രാത്രി ആണ് നിർത്തിവെച്ചത്. അതായത് കോഴിക്കോട് നിന്നും ചെന്നൈയിലേക്ക് ഗോകുലം ഗോപാലിനെ വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ തുടർന്നിരുന്നത്. അതുമായി ബന്ധപ്പെട്ടത് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ക്ലാരിറ്റി വന്ന ശേഷം വീണ്ടും ചോദ്യം ചെയ്തേക്കും. ക്ലാരിറ്റി വരാത്ത പക്ഷം വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്നാണ് ഇ ഡി വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതേസമയം ഈ എമ്പുരാൻ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ അടിയന്തരമായി ഗോകുലം ഗോപാലിനെതിരെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരുന്നുള്ള വിമർശനങ്ങളുമുണ്ട്. നേരത്തെ എന്നാൽ ഇ ഡി വൃത്തങ്ങൾ നേരത്തെ 2 വർഷം മുമ്പ് തന്നെ ഗോകുലം ഗോപാലിന്റെ ചിട്ടി കമ്പനികളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് വിദേശ നാണയ വിനിമയ ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന കേസുകളുടെ തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന ചോദ്യം ചെയ്യലെന്നാണ് ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 3 മാസമായിട്ട് ഗോകുലം ഗ്രൂപ്പിന്റെ ഇടപാടുകൾ നിരീക്ഷണത്തിലാണെന്ന് ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തത്. പക്ഷേ 10 മണിക്കൂറോളം നീണ്ടുനിന്നു. പരിശോധനകൾ 10 മണിക്കൂറോളം തുടർന്നു. കോഴിക്കോട് ഓഫീസിലും ചെന്നൈ ഓഫീസിലും കൊച്ചിയിലുമായിരുന്നു ഇന്നലെ പരിശോധനകൾ നടന്നിട്ടുണ്ടെന്ന്
ക്ഷമാ നിയമലംഘനമാണ് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ED ഈ പരിശോധനാ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത് മാത്രമല്ല, കൃത്യത, അതായത് 1000 കോടിയോളം രൂപയുടെ തട്ടിപ്പുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് ED വ്യക്തമാക്കുന്നത്. അതിൽ സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യത വരാത്ത സാഹചര്യത്തിൽ വീണ്ടും പരിശോധന തുടർന്നേക്കാം, അല്ലെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്തേക്കാം എന്ന് തന്നെയാണ്. പരിശോധനകൾ തീർന്നിട്ടുണ്ട്. ED ഓഫീസുകൾ, ഗോകുലം ഗോപാലിന്റെ വിവിധ ഓഫീസുകളിൽ നടത്തി പരിശോധനകൾ അവസാനിച്ചിട്ടുണ്ട്. എന്നാൽ ഗോകുലം ഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കാം എന്ന നിലപാടിലാണ് ED ഇപ്പോഴുള്ളത്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. സിനിമ നിർമ്മാതാവും വ്യവസായിയുമായ ഗോകുലം ഗോപാലിനെ ഇന്നും വിശദമായി തന്നെ ED ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. ഇന്നലെ 10 മണിക്കൂറോളമാണ് ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തത്. ഈ മൊഴി പരിശോധിച്ച ശേഷം മറ്റ് നടപടികളിലേക്ക് ED കടക്കും എന്നാണ് അറിയുന്നത്. അനീഷ് കുമാർ കൂടി വിവരങ്ങളുമായി. അനീഷ്, ഇന്നലെ കോർപ്പറേറ്റ് ഓഫീസുകളിലൊക്കെ അടക്കം പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴും കൃത്യമായി ഒരു വിവരം ലഭിക്കാത്തത് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ്, ഏത് പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനൊരു വിപുലമായ റെയ്ഡും ചോദ്യം ചെയ്യലും എന്നൊക്കെയാണ്. അത്തരത്തിലുള്ള എന്തെങ്കിലും സൂചനകൾ പുറത്തു വരുന്നുണ്ടോ? ശ്രീജ, തികച്ചും നാടകീയമായ നീക്കങ്ങൾ തന്നെയാണ് EDയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇന്നലെ പുലർച്ചെയാണ് ഇത്തരത്തിലൊരു റെയ്ഡിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഗോകുലം ഗോപാലിനടക്കം നൽകുന്നത്. വടകരയിലെ വീട്ടിലെത്തി കാര്യങ്ങൾ ചോദിക്കണമെന്ന് അറിയിച്ചെങ്കിലും താൻ കോഴിക്കോട്ടേക്ക് എത്തുന്നുണ്ടെന്ന് അറിയിക്കുകയും കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് കാണാമെന്ന് പറയുകയുമായിരുന്നു. ഇതേ തുടർന്നാണ് ED ഉദ്യോഗസ്ഥർ കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസിലെത്തിയത്. അവിടെ അദ്ദേഹം ഉടമസ്ഥനായ ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ബോർഡ് യോഗം ചേരുന്ന ദിവസമായിരുന്നു. എന്തായാലും ആ യോഗങ്ങളൊക്കെ ഏതാണ്ട് പാതി വഴിയിൽ ആക്കിയാണ് അദ്ദേഹം ED ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. ആ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്നും പല രേഖകളും പ്രിൻ്റ് ഔട്ടുകളും മറ്റും എടുക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. അത്തരം രേഖകളടക്കം ഈ സംഘം പിടിച്ചെടുത്തു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ചെന്നൈയിലേക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ എത്തണമെന്ന നിർദ്ദേശം ഗോകുലം ഗോപാലിന് നൽകുന്നതും അദ്ദേഹം വളരെ പെട്ടെന്ന് കോഴിക്കോട്ട് നിന്നും ചെന്നൈയിലേക്ക് പോകുന്നത്. അവിടെ മണിക്കൂറുകളോളം രാത്രി വൈകും വരെ ചോദ്യം ചെയ്ത ശേഷമാണ് വിട്ടയച്ചത്. ചെന്നൈ ഓഫീസിലെ പരിശോധനകൾ മാത്രം ഏതാണ്ട് 10-11 മണിക്കൂറുകൾ നടക്കുകയും ചെയ്തു. എന്തായാലും അവിടെ നിന്നും പിടിച്ചെടുത്ത രേഖകൾ വിശദമായി തന്നെ ED പരിശോധിക്കും. ഒപ്പം ഈ രേഖകളുമായി ബന്ധപ്പെട്ടും കോഴിക്കോട് കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളുമായി ബന്ധപ്പെട്ടും ഗോകുലം ഗോപാലൻ എന്തൊക്കെ വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മൊഴിയും ഈ രേഖകളും തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടോ, പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ വളരെ വിശദമായി തന്നെ ED ഉദ്യോഗസ്ഥർ പരിശോധിക്കും. അതിനുശേഷമാവും വീണ്ടും ഇന്ന് ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും അതീവ ഗുരുതരമായ ചില പ്രശ്നങ്ങളാണ്, അതിൻ്റെ പേരിലാണ് ED ഈ പരിശോധനകൾ നടത്തുന്നത്, ഈ ചോദ്യം ചെയ്യൽ നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത് 2023 വിദേശ നാണയ വിനിമയ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ടായിരുന്നു. അന്ന് ആദായ നികുതി വകുപ്പും പിന്നീട് EDയും ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായ ഒരു പരിശോധനകൾ എന്ന വിലയിരുത്തലാണ് ഉണ്ടായത്. എന്നാൽ ഈ സിനിമാ സംബന്ധിയായ ചില പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ ED നടപടിയിലേക്ക് എത്തപ്പെടാൻ കാരണമെന്നാണ് നമുക്ക് ED വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഈ അജ്ഞാതമായ ഒരു ഉറവിടത്തിൽ നിന്ന് കുറേ അധികം പണം ഗോകുലം ഗോപാലിന്റെ സ്ഥാപനത്തിലേക്ക് അടുത്തിടെ നിക്ഷേപമായി എത്തിയെന്ന ചില വിവരങ്ങളുണ്ട്. ഈ പണം അടക്കം എമ്പുരാൻ്റെ നിർമ്മാണത്തിനായി നൽകി, അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. ഒപ്പം അടുത്ത കാലത്ത് റിലീസ് ചെയ്ത മറ്റൊരു സിനിമയുടെ പണവുമായി ബന്ധപ്പെട്ട് ചില ഉറവിട സംശയങ്ങൾ EDക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും 1000 കോടിക്കടുത്ത് തുകയുടെ ചില പ്രശ്നങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ട രേഖകളാണ് പരിശോധിച്ചതെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിലൊരു വ്യക്തമായ ഒരു വിശദീകരണം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നതെന്ന് സംബന്ധിച്ച വിശദീകരണം EDയുടെ ഭാഗത്തു നിന്നും വൈകാതെ ഉണ്ടായേക്കും. എന്നാൽ ഗോകുലം ഗ്രൂപ്പിനെ സംബന്ധിച്ചും ഇക്കാര്യത്തിൽ യാതൊരു വിശദീകരണവും, ഏത് തരത്തിലാണ് പരിശോധന നടന്നത്, എന്ത് വിശദീകരണമാണ് ഗോകുലം ഗ്രൂപ്പിൽ നിന്നും നൽകിയത്, ഗോകുലം ഗോപാലൻ എന്താണ് വിശദീകരണം നൽകിയത് എന്നീ കാര്യങ്ങളിലൊന്നും ഒരു കൃത്യത വന്നിട്ടില്ല. എന്തായാലും വൈകാതെ ഇരുപക്ഷത്തു നിന്നും ഒരു കൃത്യമായ വിശദീകരണം ഉണ്ടാകുമെന്ന് കരുതാം. ശ്രീജ, അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ പ്രതിയായ മാസപ്പടി കേസിൽ വിചാരണ കോടതി പ്രതികൾക്ക് വൈകാതെ നോട്ടീസ് അയക്കും. SFIO കുറ്റപത്രം വിചാരണ കോടതിയിലേക്ക് കൈമാറിയിട്ടുണ്ട്. സേവനമൊന്നും നൽകാതെ വീണ 2.7 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് SFIO കണ്ടെത്തൽ. വിവരങ്ങളുമായി ഡാൻ കുര്യനും ആജ്ഞ രവീന്ദ്രനും ചേരുന്നുണ്ട്. ആദ്യം ആജ്ഞയിലേക്ക്. ആജ്ഞ, ഇപ്പോൾ വിചാരണ കോടതിയിലേക്ക് ഇത് കൈമാറിക്കഴിഞ്ഞു, റിപ്പോർട്ട് കൈമാറിക്കഴിഞ്ഞു. ഇനി കോടതി നടപടികളാണുള്ളത്.
അതിൽ ആ നടപടികൾ എപ്പോഴത്തേക്കുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ആജ്ഞയിലേക്ക് തിരികെ എത്താം. ഡാൻ കുര്യനുണ്ട്. ഡാൻ, ഒരു വശത്ത് കോടതി നടപടികൾ അങ്ങനെ പുരോഗമിക്കും, ഇനി അടുത്തത് ഒരു സമൻസ് ആയിരിക്കും ആ രീതിയിൽ. പക്ഷേ മറുവശത്ത് രാഷ്ട്രീയ വിവാദങ്ങൾ വലിയ ചൂടുപിടിക്കുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വളരെ സജീവമായി ഇതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ ഒരു വശത്ത് BJPയും മറുവശത്ത് കോൺഗ്രസും തയ്യാറെടുക്കുന്നുമുണ്ട്. ഏത് രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഇങ്ങനെയൊരു കുറ്റപത്രത്തിൽ പേര് ചേർക്കപ്പെടുമ്പോൾ അതിനെങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയമായ പ്രതിഫലനങ്ങൾ ഉണ്ടാവുന്നത്? ശ്രീജ, ഈ വിവാദം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഈ SFIO ഇങ്ങനെ കുറ്റപത്രം സമർപ്പിച്ചു വീണ വിജയന്റെ പേരിൽ എന്ന വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷ കക്ഷികളെല്ലാം മുഖ്യമന്ത്രി രാജിവെക്കണം, പറഞ്ഞത് ആരോപണങ്ങളല്ല, പുകമറകളല്ല, അതിനപ്പുറത്തേക്ക് അതിൽ സത്യമുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് എന്ന തരത്തിലുള്ള വ്യാപകമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യവുമായി രംഗത്തെത്തുകയും അത് പരസ്യമായ പ്രതിഷേധങ്ങളിലേക്കൊക്കെ നീങ്ങുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ഇതിനെ കിട്ടിയ അവസരമാണ് രാഷ്ട്രീയമായി പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നൊരു നിലപാടിൽ തന്നെയാണ്. അങ്ങനെയാണ് പ്രമുഖ നേതാക്കളെല്ലാം ദേശീയ തലത്തിലും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തുമുള്ള മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യവുമായി രംഗത്തെത്തിയത്. അങ്ങനെ തന്നെയുള്ള പ്രതികരണങ്ങൾ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും AICC ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടാകുകയും ചെയ്തതാണ്. എന്തായാലും ഈ പ്രതിഷേധങ്ങൾ മുഖ്യമന്ത്രി തലസ്ഥാനത്തേക്ക് തിരികെ എത്തുന്ന പശ്ചാത്തലത്തിൽ ഈ പ്രതിഷേധങ്ങളുടെ ആക്കം കൂടും അടുത്ത ദിവസം മുതൽ. അതോടൊപ്പം NDAയും സമാനമായ തരത്തിൽ തന്നെ ഈ പ്രതിഷേധങ്ങളുടെ ആക്കം കൂട്ടാനുള്ളൊരു പണിപ്പുരയിലാണ്. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം ഉണ്ടായ ഒരു സംഭവങ്ങളാണിത്. അതുകൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയമായി LDFനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു നീക്കം NDA മുന്നണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോഴും ഇടത് കേന്ദ്രങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെ പറയുന്ന കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ രാഷ്ട്രീയമായി മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷത്തെയും വേട്ടയാടാനുള്ള ഒരു നീക്കം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്നു. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് വീണയ്ക്കെതിരായ ഈ നടപടി എന്നാണ്. അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ പ്രതിരോധം തന്നെയായിരിക്കും ഇടത് നേതാക്കളുടെ ഭാഗത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ആജ്ഞ രവീന്ദ്രൻ കൂടി ചേർന്നു. ആജ്ഞ, ഇനി കോടതിയുടെ നടപടികൾ എങ്ങനെയാകുമെന്നാണ് അറിയേണ്ടത്. ഈ നോട്ടീസ് നൽകി മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് അടുത്തത്? ശ്രീജ, ഇന്നലെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ആദ്യം SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം സമർപ്പിച്ചത്. അതിനുശേഷം അത് സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിലേക്ക്, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം അറസ്റ്റ് അനിവാര്യമല്ല എന്നാണ്, കമ്പനി ആക്ട് പ്രകാരമുള്ള കേസായതുകൊണ്ട് അറസ്റ്റ് അനിവാര്യമല്ല എന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. അത്തരത്തിലാണ്. മാത്രമല്ല വീണ വിജയന് സ്ത്രീ എന്നുള്ള നിലയിലുള്ള പരിഗണനയും ലഭിച്ചേക്കാമെന്നും നിയമവൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. SFIO ഇതുമായി അതായത് എക്സാലോജിക്കിന്റെ CMRLന്റെയും പണം ഇടപാടുകൾ സംബന്ധിച്ച രേഖകളുടെ പിന്നാലെ SFIO ഈ കേസ് എടുത്തപ്പോൾ മുതൽ ഡൽഹിയിൽ ഈ കേസ് SFIOയുടെ അന്വേഷണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചപ്പോൾ അതിൻ്റെ കേസിൽ വിധി പറയാനിരിക്കെ ജഡ്ജി അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതുമായി ബന്ധപ്പെട്ട് പോലും രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതായത് ഇതിൽ ഈ കാര്യത്തിൽ രാഷ്ട്രീയ കളികളാണ്. ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് തന്നെയാണ് CPM വൃത്തങ്ങളും അറിയിക്കുന്നത്. അതേസമയം CMRലും എക്സാലോജിക്കും ചേർന്ന് 2.7 കോടിയാണ് സേവനം നൽകാതെ തട്ടിയെടുത്തത് എന്നാണ് SFIOയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ അതായത് സേവനം നൽകാതെ തട്ടിയെടുത്ത കേസ്, പണം തട്ടിയെടുത്ത കേസ് ആയതുകൊണ്ട് തന്നെ അത് 10 വർഷത്തോളം തടവ് ലഭിക്കാവുന്ന കേസാണ് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. പക്ഷേ നിലവിൽ കമ്പനി ആക്ട് പ്രകാരം നടക്കുന്ന കേസായതുകൊണ്ട് ഇതിൽ അറസ്റ്റ് അനിവാര്യമല്ല എന്നൊരു വിലയിരുത്തലാണ് നിയമവൃത്തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ തുടരന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ കോടതിയിൽ ഹാജരാക്കാൻ പ്രതികൾക്ക് സമൻസ് അയക്കുകയും ചെയ്യും. ശ്രീജ. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.
തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. ജീവനൊടുക്കിയ യുവതിയുടെ സുഹൃത്തും തിരുവനന്തപുരം സ്വദേശിനിയുമായ മറ്റൊരു IB ഉദ്യോഗസ്ഥയും സുഗാന്ത് സുരേഷിനെ വിവാഹം കഴിക്കണമെന്ന് വാശി പിടിച്ചതോടെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായതെന്നാണ് കണ്ടെത്തൽ. അതേസമയം ആത്മഹത്യ ചെയ്ത IB ഉദ്യോഗസ്ഥ തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭഛിദ്രം നടത്തിയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ന്യൂസ് 18 ലഭിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. 2024 ജൂലൈ മാസം 4-ാം തീയതി തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് യുവ IB ഉദ്യോഗസ്ഥ ഗർഭചിത്രം നടത്തിയതിനു ശേഷം ഫാർമസിയിൽ നിന്ന് വാങ്ങിയ മരുന്നിന്റെ കുറിപ്പടിയാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ സുഗാന്ത് സുരേഷിന് തിരുവനന്തപുരം സ്വദേശിനിയായ മറ്റൊരു IB ഉദ്യോഗസ്ഥയുമായി ഉണ്ടായിരുന്ന രഹസ്യബന്ധം യുവതി അറിഞ്ഞതോടെയാണ് ഇരുവർക്കുമിടയിൽ തർക്കങ്ങൾ തുടങ്ങിയത്. കൂടൽ സ്വദേശിനിയായ IB ഉദ്യോഗസ്ഥയുമായുള്ള ബന്ധം ദൃഢമാകും മുമ്പേ തിരുവനന്തപുരം സ്വദേശിനിയുമായി സുഗാന്ത് ഏറെ അടുത്തിരുന്നുവെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. സുഗാന്തിനെ വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായി ഒരേ സമയം 2 യുവതികളും വാശി പിടിച്ചതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത്. ജീവനൊടുക്കിയ 24-കാരിയുടെ സുഹൃത്തായിരുന്ന ഈ IB ഉദ്യോഗസ്ഥയുമായി വിവാഹത്തിന്റെ പേരിൽ തർക്കമുണ്ടായതായും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ സംഭവം വിവാദമായതോടെ മാനസികമായി തളർന്ന തിരുവനന്തപുരം സ്വദേശിനി ഇപ്പോഴും മാനസികാരോഗ്യ വിദഗ്ധരുടെ ചികിത്സയിൽ തുടരുകയാണെന്നാണ് സൂചന. അതേസമയം കേസിൽ പ്രതി ചേർത്ത സുഗാന്ത് സുരേഷിനെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം IBയും പോലീസും ചേർന്ന് ഊർജിതമാക്കിയിരിക്കുകയാണ്. തൃശൂർ ചാവക്കാടുള്ള സുഗാന്ത് സുരേഷിന്റെ മാതാവിന്റെ തറവാട്ടിലും പാലക്കാടുള്ള മാതൃ സഹോദരന്റെ വീട്ടിലും അന്വേഷണ സംഘം തിരച്ചിൽ നടത്തിയെങ്കിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതായാണ് വിവരം. സുഗാന്തിന്റെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ ഏറ്റവും ഒടുവിൽ ലഭിച്ചത് പോണ്ടിച്ചേരിയിൽ നിന്നാണെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. ഇയാൾ കുടുംബസമേതം ചെന്നൈയിലേക്ക് കടന്നതായുള്ള അഭ്യൂഹങ്ങളെ തുടർന്ന് പോലീസ് പരിശോധന ഇവിടെയും ഊർജിതമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ മാർച്ച് 24-ന് രാവിലെ ചാക്കയ്ക്കടുത്ത് റെയിൽവേ ട്രാക്കിന് സമീപത്ത് കൂടി നടന്നു നീങ്ങുകയായിരുന്ന രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ജീവനക്കാരിയായ IB ഉദ്യോഗസ്ഥ ട്രെയിൻ വരുന്നത് കണ്ടതോടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ട്രാക്കിലേക്ക് കയറി നിൽക്കുകയായിരുന്നു. 25 മീറ്റർ അടുത്തുവച്ച് തുടർച്ചയായി ഹോൺ മുഴക്കിയിട്ടും ട്രാക്കിൽ നിന്ന് മാറാൻ ഉറക്കെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും യുവതി ഇത് വകവെക്കാതെ അവിടെ തന്നെ തുടരുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷിയായ ലോക്കോ പൈലറ്റ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. IB ഉദ്യോഗസ്ഥ മേഘയുടെ ആത്മഹത്യയെ തുടർന്ന് ഒളിവിൽ പോയ സുഗാന്തന്റെ കുടുംബം വീട് വിട്ടുപോയതോടെ പ്രതിസന്ധിയിലായ ചില മിണ്ടാപ്രാണികളുമുണ്ട്. വീട്ടിൽ വളർത്തിയിരുന്ന 8 പശുക്കളും വളർത്തുപട്ടിയുമൊക്കെ അനാഥരായി. വട്ടംകുളം പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും കരുണയാണ് ഈ മിണ്ടാപ്രാണികളെ ഇന്ന് ജീവനോടെ നിലനിർത്തുന്നത്. IB ഉദ്യോഗസ്ഥയായ മേഘയുടെ ആത്മഹത്യയിൽ പ്രതി ചേർക്കപ്പെട്ട സുഗാന്തിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോഴുള്ളത്. സുഗാന്തിൻ്റെ വീട്ടുകാർ കഴിഞ്ഞ 10 ദിവസമായി ഇവിടെയില്ല. ഈ വീട് പൂട്ടി അവരെവിടേക്കോ പോയി. പക്ഷേ ഇവിടെ അവർ വീട് പൂട്ടിപ്പോയപ്പോൾ വെട്ടിലായ മറ്റു ചിലരുണ്ട്. അവരുടെ വളർത്തുമൃഗങ്ങൾ 8 പശുക്കൾ, കുട്ടികളടക്കം 8 പശുക്കളും ഒരു പട്ടിയും ഇവിടെ ആരും നോക്കാനില്ലാതെ ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ അതീവ ദുരിതത്തിലായിരുന്നു. ഈ ജീവികളുടെ ഉത്തരവാദിത്വം, സംരക്ഷണ ചുമതല ആരെയും ഏൽപ്പിക്കാതെ ഈ വീട്ടുകാർ എവിടേക്കോ പോവുകയായിരുന്നു. അതോടെ ഭക്ഷണവും വെള്ളവും കിട്ടാതെ കെട്ടിയിട്ട നിലയിൽ ഈ ജീവികൾ കഴിഞ്ഞ 5-10 ദിവസമായി അതീവ ദുരിതത്തിലാണ്. ചെറിയ കുട്ടി, ഇപ്പോൾ അടുത്തുണ്ടായ ചെറിയ കുട്ടി വരെ ഇതേ കെട്ടിൽ ദിവസങ്ങളോളം അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ഏകദേശം 11 ദിവസത്തോളമായിട്ട് ഇവിടെ വീട് പൂട്ടിയിട്ട് ഇവർ ഇവിടുന്ന് എങ്ങോട്ടോ പോയിന്നറിയില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇവിടെ ആളുകൾ, അയൽവാസികൾ ഇവർ പോയ വിവരം അറിഞ്ഞപ്പോൾ ഈ പശുക്കളെ നോക്കുന്നത് ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ ഇബ്രാഹിം
പിന്നെ ഷാഫി എന്ന് പറഞ്ഞ 2 ആളുകളായിരുന്നു. ഇതിന്റെ ഉത്തരവാദിത്വം ആരും ഏൽപ്പിക്കാതെയാണ് അവർ പോയത്. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ വിഷയം. കാരണം ഈ 5-8 പശുവിനെയും പിന്നെ അതുപോലെ കോഴി, പട്ടി തുടങ്ങിയ ജീവജാലങ്ങളെ ഒരാളിനെ ഏൽപ്പിക്കാതെ പോയി എന്നുള്ളൊരു പ്രയാസമാണ് ഉണ്ടായിട്ടുള്ളത്. മിണ്ടാപ്രാണികളെ അവരുടെ സംരക്ഷണം ഡയറി ഫാമിൻ്റെ അസോസിയേഷനെ ഏൽപ്പിക്കുവാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. എന്തിന് ഇങ്ങനെ ഒരു കാര്യം കാണിച്ചു? അതായത് കേസ് വരും, സ്വാഭാവികമായിട്ടും നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കും. പക്ഷേ വളർത്തുജീവികളുടെ സംരക്ഷണം അത് ഉറപ്പുവരുത്താതെ ഇത്തരത്തിലൊരു നടപടിയെടുത്തത് എന്തിന് എന്ന ചോദ്യമാണ് ഇവരെല്ലാം ഉയർത്തുന്നത്. എന്താണെങ്കിലും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നും യുക്തമായ നടപടി ഇതിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. അനിശ്ചിതകാല സമരം ഒത്തുതീർപ്പാക്കാൻ ആരോഗ്യമന്ത്രിക്ക് നേരിട്ട് കത്ത് നൽകുമെന്ന് സമരസമിതി. അനുനയ നീക്കം ഉണ്ടായില്ലെങ്കിൽ 2 ദിവസത്തിനകം സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമെന്നും ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് NHM ഡയറക്ടറെയും ആരോഗ്യമന്ത്രിയുടെയും ഓഫീസിനെയും അറിയിച്ചതായി സമരസമിതി നേതാവ് MA ബിന്ദു പറഞ്ഞു. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സെക്രട്ടേറിയറ്റ് നടയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാ വർക്കർമാർ നടത്തുന്ന സമരം, അനിശ്ചിതകാല സമരം 55ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതേസമയം നിരാഹാര സമരം 16ാം ദിവസത്തിലേക്കും കടന്നിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും കഴിഞ്ഞ ദിവസം സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ മന്ത്രി ചർച്ച നടത്തുകയും അതിൽ തീരുമാനം അറിയിക്കാൻ സമരസമിതിയെ മന്ത്രി ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ടൊരു തുടർ നീക്കങ്ങൾ അതിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സമരസമിതി നേതാവ് കൂടിയായ MA ബിന്ദു നമ്മളോടൊപ്പം ചേരുന്നു. എന്താണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു അറിയിപ്പ് എന്താണ്? ഇല്ല, മെനങ്ങാതെ ഡിസ്കഷൻ നടന്നതിന് ശേഷം പിന്നെ ഒന്നും തന്നെ അറിയിപ്പ് ലഭിച്ചിട്ടില്ല. നമ്മൾ NHMലും നമ്മളെ ഡിസ്കഷന് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മിനിസ്റ്റർക്കും നമ്മൾ ഇന്നലെ നമ്മൾ മെയിൽ ചെയ്തു. ഇന്ന് നേരിട്ട് കത്ത് കൊടുക്കും. നേരിട്ട് പോയി മിനിസ്റ്റർ കത്ത് കൊടുക്കും. വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കണം. കാരണം 3ാമത്തെ തവണ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും നമ്മുടെ മുന്നിലേക്കൊരു സെറ്റിൽമെൻറ്റ് ഫോർമുല മിനിസ്റ്റർ വെച്ചിട്ടില്ല. നമ്മളപ്പോൾ ഒരു പ്രപ്പോസൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഇടക്കാല ആശ്വാസം എന്നുള്ള നിലയിൽ ഈ സമരം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ച ഡിമാൻഡിൽ നിന്നും താഴ്ന്നു വന്നുകൊണ്ട് തുടർന്ന് അത് ഘട്ടം ഘട്ടമായി ഉയർത്തുന്ന ഒരു നിലയിലേക്ക് പോകും ഈ കമ്മിറ്റി ഒരു പഠനം നടത്തി അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് മിനിസ്റ്റർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം ഒരു ഘട്ടത്തിലൊരു ചർച്ച വന്നപ്പോഴാണ് നമ്മൾ ഒരു ഇടക്കാല ആശ്വാസം എന്നുള്ള നിലയിൽ ഈ സമരം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫോർമുല മിനിസ്റ്റർ മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായി മിനിസ്റ്റർ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ മിനിസ്റ്റർക്ക് ധനകാര്യ വകുപ്പിനോട് ആവശ്യപ്പെടാം ഇത് സെറ്റിൽ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത്തരം ഒരു തീരുമാനം എടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അപ്പം അത് നടക്കാൻ പ്രായോഗികമായി സാധ്യതയുണ്ടോ? എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു? ഇല്ല, നമുക്ക് ഇതുവരെ അതിന് ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ലെങ്കിലും ഞങ്ങൾ ഈ ജനാധിപത്യ വ്യവസ്ഥയെ വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ എല്ലാ ജനങ്ങളുടെയും ആവശ്യങ്ങളും പരാതികളും ആവലാതികളും കേൾക്കേണ്ട സർക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരൊരു നിലപാടുണ്ടാവും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ. അതുവരെ ഈ സമരവുമായിട്ട് ഞങ്ങളിവിടെ ഉണ്ടാവും. വീണ്ടും ഈ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആശമാരടക്കം ഇപ്പോഴും എത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ വലിയ പങ്കാളിത്തത്തോടെയുള്ള പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1-2 ദിവസത്തിനുള്ളിൽ അത് പ്രഖ്യാപിക്കും. അതായത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഫോർമുല മുമ്പോട്ട് വെച്ചുകൊണ്ട് സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം സമരസമിതിയുടെ ഭാഗത്ത് നിന്ന് തന്നെ നടക്കുന്നു. അവിടെ അനുഭാവപൂർണമായൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് ആശാ വർക്കർമാരുടെ സമരം നീങ്ങും എന്ന് തന്നെയാണ് സമരസമിതി നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത്. നിരാഹാരം അനുഷ്ഠിക്കുന്നവരുടെ ആരോഗ്യനില പരിശോധിക്കുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് ഡോക്ടർമാരെ അയക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യനില വഷളായവരെ പോലീസ് തന്നെ ആംബുലൻസിൽ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്ന കാഴ്ചകളാണ് സമരപന്തലിന് മുന്നിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ വലിയ മഴയുണ്ട്, വെയിലുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റ് നടയിലെ സമരം 55ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നത്. ക്യാമറമാൻ C വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. പ്രീണന രാഷ്ട്രീയത്തിനും സർക്കാർ അവഗണനയ്ക്കും നീതി നിഷേധത്തിനുമെതിരെ പ്രതിഷേധവുമായി താമരശ്ശേരി രൂപത. കത്തോലിക്ക കോൺഗ്രസ് രൂപതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ക്രൈസ്തവ അവകാശ പ്രഖ്യാപന റാലിയും പൊതുസമ്മേളനവും നടത്തും. വിവരങ്ങളുമായി MS അനീഷ് കുമാർ. അനീഷ്, ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടൊക്കെ സഭ ജനപ്രതിനിധികളോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് അനുകൂല നിലപാടുണ്ടായില്ല. അതൊക്കെയാണോ ഇങ്ങനെ ഒരു അവകാശ പ്രഖ്യാപന റാലിയിലേക്കൊക്കെ പോകാൻ ഇപ്പോൾ ക്രൈസ്തവ സഭ
സഭകളെ പ്രേരിപ്പിക്കുന്നത്? ശ്രീജ, തീർച്ചയായും ഒരു തുറന്ന സമരപ്രഖ്യാപനം തന്നെ സർക്കാരുമായി നടത്തുന്നതിനാണ് ഈ വലിയ വിശാലമായ റാലി വിളിച്ചു ചേർത്തിരിക്കുന്നത്. നമുക്കെന്തായാലും രൂപത കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിലിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. സാർ, നിങ്ങൾ പറയുന്ന പല കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സർക്കാരുകളോട് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ആവശ്യപ്പെടുന്നു, പക്ഷേ ഒന്നിലും ഒരു തീരുമാനമാവുന്നില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ തന്നെയാണോ ഈ വലിയ റാലി? തീർച്ചയായിട്ടും കാലാകാലങ്ങളിലായിട്ട് ക്രൈസ്തവ സമുദായം ഭരണാധികാരികളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ തികച്ചും നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണ് പലപ്പോഴും ഭരണാധികാരികൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ JB കോശി കമ്മീഷൻ തന്നെ നടപ്പിലാക്കുവാനായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 2-ലധികം വർഷങ്ങൾ കഴിഞ്ഞു. ഇതുവരെ അത് പുറത്തുവിടുക പോലും ചെയ്തിട്ടില്ല. എന്താണ് അതിൻ്റെ കണ്ടന്റ് എന്നറിയാനായിട്ട് ഞങ്ങൾ മറ്റ് സോഴ്സുകളിൽ നിന്ന് അറിയുന്നതാണ് 285 ശുപാർശകൾ ഇതിലുണ്ടെന്നൊക്കെ. പക്ഷെ അതുപോലും പുറത്തുവിട്ട് ഈ സമുദായത്തിൻ്റെ നേതൃത്വവുമായി ചർച്ച ചെയ്ത് അതിൽ അടിയന്തര പ്രാധാന്യമുള്ളവ നടപ്പിലാക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അത് ഇതിനു മുമ്പ് ഇതര ഭൂരിപക്ഷ സമുദായം, ന്യൂനപക്ഷ സമുദായങ്ങളിൽ ഭൂരിപക്ഷമായിട്ടുള്ള സമുദായത്തിന് അത്തരത്തിൽ ഒരു കമ്മീഷനെ വെക്കുകയും കമ്മീഷൻ റിപ്പോർട്ട് കിട്ടി ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് അത് നടപ്പിലാക്കാനുള്ള ശുഷ്കാന്തി ഗവൺമെൻറ് കാണിക്കുകയും ചെയ്തു. നല്ല കാര്യം. പക്ഷേ എന്തുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ കാഴ്ച വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു അമാന്തം അല്ലെങ്കിൽ ഒരു വെള്ളപ്പോക്ക് നയം എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അത് തിരുത്താനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. രണ്ടാമത്തെ, വന്യമൃഗശല്യം അന്താരാഷ്ട്ര നിയമം അനുസരിച്ചുകൊണ്ട് തന്നെ പരിഹരിക്കണം. അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് മൃഗങ്ങളുടെ എണ്ണം അത് ഫോറസ്റ്റ് കപ്പാസിറ്റിക്ക് അനുസരിച്ച്, ക്യാരിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് റെഡ്യൂസ് ചെയ്തിട്ട് കൃത്യമായ ഫെൻസിങ്ങോടെ സംരക്ഷിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം എന്നുള്ളതെന്ന് പറഞ്ഞു. ഇന്ന് സ്ലോവാക്യയിലെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ റോബർട്ട് ഫാൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു കരടി ഇറങ്ങി ഒരു മനുഷ്യനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ആ സമയത്ത് അവിടെയുള്ള 300 കരടികളെ വെടിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത്തരം കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഭരണാധികാരികൾ എടുക്കുമ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ 100 ആയിരക്കണക്കിന് ആളുകൾ ക്രൂശിക്കപ്പെടുന്നതും 100 ആളുകൾ കൊല്ലപ്പെടുന്നത് എന്നിട്ട് ഒരു അനക്കമില്ലാത്തത്? ഈ വഖഫ് ബില്ല്, അതിൽ ജനപ്രതിനിധികളുടെ തീരുമാനങ്ങൾ നിരാശാജനകമാണെന്നൊക്കെയാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സഭയുടെ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ജനപ്രതിനിധികൾ ഉയർന്നില്ലേ ഈ ഇടത് വലത് പ്രതിനിധികളുടെ ഒരു പ്രകടനം? നമ്മളുടെ ഈ വഖഫ് ബില്ല് അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ഭരണാധികാരികൾ നീതിപൂർവമായിട്ട് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന എല്ലാ വിഭാഗങ്ങളും ജനങ്ങൾക്കും വേണ്ടി ക്ഷേമകരമായ വിധത്തിൽ അമെൻമെൻറ്റ് ചെയ്ത് നടപ്പാക്കണമെന്നുള്ളത് ക്രൈസ്തവ സമുദായത്തിൻ്റെയും ക്രൈസ്തവ നേതൃത്വത്തിൻ്റെയും ആവശ്യങ്ങളായിരുന്നു. നീതി നടപ്പാക്കി കിട്ടാനാണ്. ഇവിടെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെടുന്നവരും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിപ്പെടുന്നവരും ഹിന്ദു കമ്മ്യൂണിറ്റിപ്പെടുന്നവരും അഫക്റ്റഡ് ആകുന്ന ഒരു വിഷയമാണിത്. ആ വിഷയം പരിഹരിക്കണം. കൃത്യമായിട്ട് കാലാനുസൃതമായിട്ട് പരിഷ്കരിച്ച് അതിലെ അനീതി അവസാനിപ്പിക്കണം. നമുക്ക് അതിന് നീതിക്ക് വേണ്ടി കോടതിയിൽ പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ അതിനകത്ത് തെറ്റുകൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടിട്ട് അത് ചെവിക്കൊള്ളാതെ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ഈ തെറ്റുതിരുത്തൽ എന്ന് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന രാഷ്ട്രീയക്കാരുടെ ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് കാലാകാലങ്ങളിൽ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴും ഇതൊരു ഫിക്സഡ് ബാങ്ക് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ വോട്ട് ബാങ്ക് ഡിപ്പോസിറ്റ് ആണെന്നുള്ള മറ്റുള്ളൊരു സമൂഹത്തെ കാണുകയും അവരെന്ത് പറഞ്ഞാലും അതിനെ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു വിഭാഗീയത ഉണ്ടാകത്തക്ക വിധത്തിൽ പോലും പ്രചരണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്നത് ഒരിക്കലും ഒരു സംവിധാനങ്ങൾക്കും ഭൂഷണമല്ല. കാരണം ഇവിടെ ന്യൂനപക്ഷങ്ങൾ തമ്മിലോ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും തമ്മിലുള്ള പ്രശ്നങ്ങളല്ലിത്. മറിച്ച് ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് ന്യായമായ പരിഹാരങ്ങൾ ഉണ്ടാക്കണമെന്ന് അവകാശപ്പെടുമ്പോൾ അത്തരം കാര്യങ്ങൾ കൃത്യമായി പാസ്സാക്കുന്നതിൽ ഇവിടുത്തെ പ്രതിപക്ഷം ക്രൈസ്തവ അവകാശ പ്രഖ്യാപന റാലിക്ക് ഒരുങ്ങുകയാണ് താമരശ്ശേരി രൂപത. മാർ ജോസഫ് പാംപ്ലാനിയായിരിക്കും ഈ റാലി ഉദ്ഘാടനം ചെയ്യുക. അതേക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു സഭാ വക്താവ് അനീഷാണ് വിവരങ്ങൾ നൽകിയത്. പകരച്ചുങ്കം ചുമത്തിയ US നടപടിക്ക് പിന്നാലെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ആശങ്കയിൽ ലോകം. ക്രൂഡ് ഓയിൽ വിലയിൽ കനത്ത ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ലോക സമ്പദ് വ്യവസ്ഥയുടെ 1/3 ഭാഗവും സാമ്പത്തിക മാന്ദ്യത്തിന്റെ പിടിയിലാകുമെന്ന് IMF മേധാവി മുന്നറിയിപ്പ് നൽകി. US-നെ അതേ നാണയത്തിൽ തന്നെ ചൈന തിരിച്ചടിക്കുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. 34% തീരുവയാണ് ചുമത്തിയിരിക്കുന്നത്. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, ഒരുപക്ഷെ പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ഒരു സാമ്പത്തിക മാന്ദ്യത്തിന്റെ ആശങ്ക ലോകം മുഴുവൻ അനുഭവപ്പെടുകയാണ്. ഇന്നിപ്പോൾ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ ഇടിവൊക്കെ അതിലേക്കുള്ളൊരു സൂചനയായി തന്നെ കണക്കാക്കാമോ?
തീർച്ചയായും ശ്രീജ, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ ട്രംപ് പകരത്തിന് പകരം തീരുവ ചുമത്തിയ ഒരു നടപടിക്ക് പിന്നാലെ വലിയ ചർച്ചകളാണ് ഉയർന്നിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന പുതിയ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത്. അതായത് കോവിഡ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ഇടിവിലേക്ക്, സാമ്പത്തിക ഇടിവിലേക്ക് ഇപ്പോൾ ലോകരാജ്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ വരും മാസങ്ങളിൽ ഇത് ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് കടക്കും. ലോകരാജ്യങ്ങൾ ഒന്നാകെ, പ്രത്യേകിച്ച് ചൈനയെ ഇത് ഗുരുതരമായി തന്നെ ബാധിക്കുമെന്നതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. നേരത്തെ തന്നെ ക്രൂഡ് ഓയിൽ വിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിപ്പോൾ തുടർച്ചയായി 4ാമത്തെ ദിവസമാണ് ഒരേ രീതിയിൽ വലിയ രീതിയിലുള്ള ഇടിവ് ക്രൂഡ് ഓയിൽ വിപണിയിൽ രേഖപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ സ്വർണത്തിന്റെ വിലയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വലിയ ഇടിവൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്തായാലും ഇത് ലോക സമ്പദ് വ്യവസ്ഥയിൽ തന്നെ വലിയ ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ അത് ലോകരാജ്യങ്ങളെ ഒന്നാകെ ബാധിക്കുമെന്നത് തന്നെയാണ് റിപ്പോർട്ടുകൾ ഉയരുന്നത്. ഒപ്പം തന്നെ ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്നത് എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു കാര്യമായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ ഇല്ലെങ്കിൽ പോലും ഈ ലോകരാജ്യങ്ങളെ ഒന്നാകെ ബാധിക്കുമ്പോൾ അത് ഇന്ത്യയെ കൂടി ബാധിക്കുന്നുണ്ട്. എന്നാലും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ആശങ്കകൾക്ക് ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അതായത് മറ്റു രാജ്യങ്ങളിലൊക്കെ 2% അല്ലെങ്കിൽ 3% ഇടിവ് ഒന്നിച്ച് രേഖപ്പെടുത്തുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് 0.3% മാത്രമാണ് ഇന്ത്യക്കുണ്ടാകുന്ന ഇടിവ്. കാരണം പ്രധാനമായും പറയുന്നത് ഫാർമ, അർദ്ധചാലകങ്ങൾ, ചെമ്പ്, തടി, സ്വർണം ഇവയൊക്കെ താരിഫുകളിൽ നിന്നും മാറ്റിയിരുന്നു, ഒഴിവാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ത്യക്ക് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല, ഈ എടുത്തു പറയേണ്ട ഒരു കാര്യം, കോവിഡ് കാലത്ത് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ലോകം നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നത്. അതായത് കോവിഡ് കാലത്തിൻ്റെതിന് സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രശ്നത്തിലേക്ക് ലോകം കടക്കുന്നു എന്നതാണ് ഗുരുതരമായ ഒരു റിപ്പോർട്ടായി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ ചൈനയുടെ കാര്യത്തിൽ എടുത്തു പറയേണ്ടത്, ഈ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുക, മറ്റൊരു ചർച്ചകൾക്ക് മുതിരാതെ ഈ US എങ്ങനെയാണോ ലോകരാജ്യങ്ങളോട് പെരുമാറുന്നത് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുകയാണ് ചൈന. ഈ US പകരത്തിന് പകരം തീരുവ ചുമത്തുമ്പോൾ അതുപോലെ തന്നെ 34% US ഇറക്കുമതികൾക്ക് തീരുവ ഏർപ്പെടുത്തുകയാണ് ചൈന. ഇതും ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചയാകുന്നുണ്ട്. കാരണം ഇന്ത്യ അടക്കം മറ്റു രാജ്യങ്ങളെല്ലാം ഈ അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നു. ഇന്ത്യക്ക് ആദ്യം 36% ഒക്കെ തീരുവ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ഇപ്പോൾ 26% കുറച്ചിട്ടുണ്ട്. അത് ഇനിയും ഇന്ത്യയുമായി നടക്കുന്ന, US-മായി നടക്കുന്ന ചർച്ചകൾക്ക് പിന്നാലെ അത് ഇനിയും കുറയ്ക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ കൂടി ഇന്ത്യ പങ്കുവെക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ന്യൂസ് ഡെസ്കിൽ ഇടവേള.